പടുമുളച്ച എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കുന്നതാണ് പടുകൂട്ടാൻ. അപ്പൊ ഇന്നത്തെ പടുകൂട്ടാന് വേണ്ടിയിട്ട് കർമൂസ, മത്തൻ്റെ ഇല, ചേമ്പ്, പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും കാന്താരി മുളകും. ഇതെല്ലാം ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. വെന്ത് വരുമ്പോൾ അത് ഏകദേശം ഒന്ന് ഉടങ്ങിയ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പൊ അമ്മ ഏതായാലും നല്ല വലിയ രീതിയിലാണ് നുറുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നുറുക്കിതേ ഈ ഒരു പരുവായിട്ടുണ്ട്. അതേപോലെ ചെറിയ ചേമ്പ് ഇതുപോലെ നുറുക്കിയിട്ടുണ്ട്. അതേപോലെ മത്തൻ്റെ ഇല അങ്ങനെ പിച്ചി പിച്ചി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു വലിയ ഉരുളിക്കാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തേക്ക് ആക്കുക. എന്നിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. പടുകൂട്ടാൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അത് വേവിക്കുക. വെന്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അരപ്പൊക്കെ ചേർക്കേണ്ടത്. അരച്ച് വെച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമ്മുടെ തേങ്ങയും കാന്താരി മുളകും കൂടെ അരച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം വറ്റുന്നതും വേവുന്നതൊക്കെ നോക്കണം. അപ്പോൾ നമ്മുടെ സാധനം എന്തായാലും സെറ്റായി വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങയരപ്പ് ചേർത്ത് കൊടുക്കുക. ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അധികം പണിയൊന്നുമില്ല. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത്രയേ ഉള്ളൂ പടുകൂട്ടാൻ. ഇതിനകത്ത് വേറെ അധികം മസാലകളോ വേറെ ഗ്രേവിയൊന്നുമില്ല. നല്ല നാടൻ സാധനം കേട്ടോ. മലപ്പുറത്തൊക്കെ ഉള്ളൊരു ഐറ്റമാണിത് പടുകൂട്ടാൻ. ഇതും ഉണക്കമീനും പിന്നെ ഒരു മുളക് ചമ്മന്തിയും പിന്നെ ഒരു മീനച്ചാറും ഇത് മാത്രം മതിട്ട് ചോറിനാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ.